നിങ്ങൾക്കറിയാമോ, നമ്മുടെ ജീവിതത്തിൽ മിക്കവാറും ജീവിതത്തിൻ്റെ മിക്ക സാഹചര്യങ്ങളിലും നമുക്ക് മറ്റുള്ളവരുടെ സഹായം വളരെ അനിവാര്യമായിരിക്കുന്ന ചില സംഗതികൾ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. എത്ര ധനാഢ്യനായിരുന്നാലും, എത്ര സമ്പന്നനായിരുന്നാലും, എത്ര വിദ്യാഭ്യാസമുള്ളവനാണെന്നും, എത്ര പിടിപാടുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞിരുന്നാലും ചിലപ്പോഴൊക്കെ മനുഷ്യന് മറ്റുള്ളവരുടെ സഹായം വളരെ അനിവാര്യമായി വരുന്ന ചില സന്ദർഭങ്ങൾ ജീവിതത്തിൽ വരാറുണ്ട്. ജീവിതത്തിൽ വളരെ താഴേക്കിടയിൽ ജീവിക്കുന്ന, ദാരിദ്ര്യമായിരിക്കുന്ന അനുഭവത്തിൽ ജീവിക്കുന്നവർക്ക് മിക്കവാറും ഈ ആവശ്യകത എല്ലാ ദിവസവും വരാറുണ്ട്. എന്നാൽ സമൂഹത്തിൽ ഉന്നത ശ്രേണിയിൽ ഇരിക്കുന്നവർക്ക് വല്ലപ്പോഴുമെങ്കിലും ഇങ്ങനെ ഒരു സാഹചര്യം വരാറുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ യെശയ്യാവിൻ്റെ പുസ്തകം 25-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ വളരെ രസകരമായിരിക്കുന്ന ഒരു വേദഭാഗം പ്രവാചകനായ യെശയ്യാവ് പറയുന്നുണ്ട്. യെശയ്യാവ് 25:4. ആ വാക്യം ഇങ്ങനെയാണ്: ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിൻ്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ നീ എളിയവനൊരു ദുർഗവും, ദരിദ്രൻ അവൻ്റെ കഷ്ടതയിൽ ഒരു കോട്ടയും, കൊടുങ്കാറ്റിലൊരു ശരണവും, ഉഷ്ണത്തിൽ ഒരു തണലും ആകുന്നു. പ്രവാചകൻ ഉപയോഗിക്കുന്ന വാക്ക് നോക്കൂ. ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിൻ്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ, ജീവിതത്തിൽ അപ്രതീക്ഷിതമായി നേരിടുന്ന ചില വെല്ലുവിളികൾ നിമിത്തം, ചില പ്രതീക്ഷിക്കാത്ത അട്ടിമറികൾ നിമിത്തം, ചില വേദനകൾ നിമിത്തം, കൊടുങ്കാറ്റ് പോലെ ജീവിതത്തിൽ നേരെ വരുന്ന ചില പ്രശ്നങ്ങൾ നിമിത്തം ഇങ്ങനെ വലഞ്ഞു പോകുന്ന ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മളും ആ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. എത്ര വലിയ പണമുള്ളവനാണെന്ന് പറഞ്ഞിരുന്നാലും നിശ്ചയമായിട്ടും ഇങ്ങനെ ഒരു സന്ദർഭം അവൻ്റെ ജീവിതത്തിൽ വരാറുണ്ട്. ഒരു ദിവസം കൊണ്ടെല്ലാം തകർന്നു പോകുന്ന, ഒരു ദിവസം കൊണ്ട് പ്രതീക്ഷിച്ചവരെല്ലാം ഉപേക്ഷിച്ച് പോകുന്ന വലിയ അട്ടിമറികൾ ജീവിതത്തിൽ സംഭവിക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. അങ്ങനെ കൊടുങ്കാറ്റുകൾ പോലെ നമ്മുടെ ജീവിതത്തിന് നേരെ വരുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ എപ്പോഴെങ്കിലും നമുക്ക് മറ്റുള്ളവരുടെ സഹായം ആവശ്യമായി വരാറുണ്ട്. ദരിദ്ര സാഹചര്യത്തിൽ ജീവിക്കുന്നവർക്ക് ഇത് എല്ലാ ദിവസവും ആവശ്യമായി വരുമ്പോൾ, ജീവിതത്തിൻ്റെ ഉന്നത ശ്രേണിയിൽ ഇരിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ദിവസമെങ്കിലും ഇങ്ങനെ ഒരു സന്ദർഭം അവർ നേരിടേണ്ടതായിട്ട് വരും. ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ദൈവം നമുക്കാരാണ് എന്ന് യെശയ്യാവ് പറയുകയാണ്. വളരെ രസകരമാണ് അദ്ദേഹം താഴോട്ട് പറയുന്ന വാക്ക്: നീ എളിയവന് ഒരു ദുർഗമാണ്. ഇങ്ങനെ ഒരു പ്രതിസന്ധി, കൊടുങ്കാറ്റ് പോലെ വരുന്ന ഒരു പ്രതിസന്ധി, ജീവിതത്തിൽ കരുതി കൂട്ടിയിരുന്ന സകലതിനെയും എടുത്തുകൊണ്ട് പോകുന്ന ഒരു പ്രതിസന്ധി ജീവിതത്തിൽ വന്നു കയറിയാൽ ദൈവം നിനക്കൊരു ദുർഗമായിരിക്കും, നിനക്ക് ഒളിച്ചു പാർക്കാൻ ഒരിടമായിരിക്കും. തല പോകുന്ന സാഹചര്യങ്ങൾ, നാട്ടുകാരെ പേടിച്ച് പുറത്തിറങ്ങാൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നേക്കാം. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിശ്ചയമായിട്ടും ദൈവം നിനക്ക് ഒരു ദുർഗമായിരിക്കും. ദാവീദ് പറയുന്നു, ഞാൻ ഓടി അവിടെ പോയി പാർക്കും, പോരാ അവൻ പിന്നത്തേതിൽ എന്നെ ആ പാറമേൽ ഉയർത്തി, എന്നെ ഓടിച്ച് കയറ്റിയവരുടെ നടുവിൽ എന്നെ ഉയർത്തി കാണിക്കും. നിങ്ങൾ തോൽപ്പിച്ച് കളഞ്ഞ, നിങ്ങൾ ഓടിച്ച് കൊല്ലാൻ കയറ്റിയ ഇവൻ ഇപ്പോൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് പാറമേൽ ഉയർത്തുന്ന ഒരു ദിവസം വരും. നീ എളിയവൻ ഒരു ദുർഗമാണ്. പോരാ, രണ്ടാമത് പറയുന്നു, ദരിദ്രന് അവൻ്റെ കഷ്ടതയിൽ ഒരു കോട്ടയാണ്, ഒരു സംരക്ഷണ മതിലാണ്. ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംരക്ഷണ ഭിത്തി ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വേണ്ടി വരുന്ന ആൾക്കാർ ഉണ്ടാകുമെന്നുള്ളത് തർക്കമറ്റൊരു വിഷയമാണ്. എന്തെങ്കിലുമൊക്കെ ഒരു സംരക്ഷണം ഇല്ലാതിരുന്നുവെങ്കിൽ, ദൈവിക സംരക്ഷണം ഇല്ലാതിരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം ഒരുപക്ഷെ ഇങ്ങനെ ആയിത്തീരുമായിരുന്നില്ല. ദൈവം നമ്മളെ പലവിധമായിരിക്കുന്ന സംഗതികളിൽ നിന്ന് സംരക്ഷിച്ചത് കൊണ്ടാണ് ഇന്നും നമ്മൾ പലരും ജീവനോടെ നിൽക്കുന്നത്. നീ ദരിദ്രൻ അവൻ്റെ കഷ്ടതയിൽ ഒരു കോട്ടയാണ്. വലിയ കോട്ടമതിൽ പോലെ നമ്മളെ ചുറ്റി വളഞ്ഞിരുന്ന ആ ദൈവിക സംരക്ഷണയ്ക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അടുത്ത് പറയുന്നു, കൊടുങ്കാറ്റിൽ നീ ഒരു ശരണമാണ്. പലതും പാർപ്പിച്ച് കളയുന്ന, പറത്തിക്കൊണ്ട് പോകുന്ന, ഇവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് പറിച്ച് നടപ്പെടേണ്ടി വരുന്ന സാഹചര്യങ്ങൾ കണ്ടേക്കാം. പക്ഷേ അവിടെ നിന്നെ ചേർത്ത് പിടിച്ച ഒരു ദൈവിക കരമുണ്ട്, നിന്നെ ആലിംഗനം ചെയ്ത് നിർത്തിയ ഒരു ദൈവിക സംരക്ഷണയുടെ കരമുണ്ട്. അത് മറന്നു പോകരുത്. ആ കൊടുങ്കാറ്റിൽ, ജീവിതത്തിൽ വന്നു കയറിയ ആ കൊടുങ്കാറ്റിൽ ദൈവം നമുക്ക് ശരണമാണ്. ഏറ്റവും ഒടുവിലത്തെ വാക്യം എന്നെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു. ഉഷ്ണത്തിൽ ഒരു തണലാണ്. കൊടും വെയിലിൻ്റെ നടുവിൽ നടന്ന് തളർന്ന ആൾക്കാർ, യാത്രികർ, അവരെപ്പോഴും ഒരു തണൽ അന്വേഷിക്കുന്നവരാണ്. അവരുടെ നടന്ന ആ ക്ഷീണം തീർക്കാൻ, അവർ ചുമന്ന് നീക്കിയ ആ ചുമടുകൾക്ക് അല്പം ഒരു ശമനം വരേണ്ടതിന് ഒരു തണൽ അന്വേഷിച്ച് മരച്ചുവടുകളിൽ വന്നിരിക്കുന്ന ആൾക്കാർ നമ്മൾ കണ്ടിട്ടില്ലേ? പഴയ കാലത്തിലെങ്കിലും ജീവിതത്തിൽ ഇത്തരത്തിൽ ഒരു തണൽ നമുക്ക് എപ്പോഴും ആവശ്യമാണ്. എല്ലാ മനുഷ്യനും ഇങ്ങനെ ഒരു തണൽ അനിവാര്യമായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ വന്നു കയറാറുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ഈ ജീവിത ഭാരത്തെ ഒന്ന് ഇറക്കി വെച്ച് നിങ്ങൾക്കൊന്ന് ആശ്വസിക്കാൻ ഒരു തണൽ ഈ ലോകത്തിലുണ്ട്. അത് ക്രിസ്തുവാകുന്ന പാറമേലാണ്, അത് യേശു ക്രിസ്തു എന്ന മരത്തിൻ്റെ ചുവട്ടിലാണ്.
ആ നല്ല അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ, ആ നല്ല മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ എന്തൊക്കെയാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് വിശേഷിപ്പിക്കേണ്ടുന്നത്? അവൻ്റെ പാതാരവൃന്ദങ്ങളിൽ നിങ്ങൾക്ക് ഇരുന്ന് നിശ്ചയമായിട്ടും ആ തണലിൽ നിങ്ങൾക്കൊരു ആശ്വാസം കണ്ടെത്തുവാനായിട്ട് കഴിയും. ജീവിതത്തിൽ ഇന്നും നിങ്ങൾ ചുമക്കുന്ന ചില ചുമടുകളൊന്ന് ഇറക്കി വെച്ച് ആ ഉഷ്ണത്തിൻ്റെ നടുവിൽ, നിങ്ങളെ കത്തിച്ച് കളയുന്ന ആ കൊടും ചൂടിൻ്റെ നടുവിൽ നിങ്ങൾക്കൊരു തണലായി നിൽക്കുന്ന ഒരു കർത്താവ് ഇന്ന് രാവിലെ നിങ്ങളുടെ സമീപമുണ്ട്. എത്ര പേർക്ക് ആ തണലിലൊന്ന് ചാരി ഒന്ന് വിശ്രമിക്കാൻ, ആ മാർവിൽ ചാരി ഒന്ന് ആശ്വാസം കണ്ടെത്താൻ, ആ ദൈവത്തോട് നിങ്ങളുടെ സങ്കടങ്ങൾ പറഞ്ഞൊന്ന് കരയാൻ ഈ രാവിലെ തയ്യാറാകുന്ന എത്ര പേരുണ്ട്? ഞാൻ നിങ്ങളോട് പറയുന്നു, ഭയങ്കരന്മാരുടെ ചീറ്റൽ നിങ്ങളുടെ ജീവിതത്തിന് നേരെ വരുമ്പോൾ കർത്താവ് നിങ്ങളുടെ ഈ ഉഷ്ണത്തിൻ്റെ നടുവിൽ അവൻ നിങ്ങൾക്കൊരു തണലാണ്. ഈ ദൈവത്തെ ആശ്രയിക്കാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഈ ദൈവവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.